ഹലോ. അപ്പോൾ വെയിൽ കണ്ടപ്പോൾ സിറ്റ് ഔട്ടിലുള്ള മുഴുവൻ ചെടികളെ ഒന്ന് പുറത്തേക്ക് ഇറക്കി വെച്ചിട്ടോ. അപ്പം നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുന്ന സമയത്തെ ഈ പോട്ടിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ വെള്ളം വാർന്നു പോകുമ്പോൾ അതിൻ്റെ ഒപ്പം കുറച്ച് മൺതരികളൊക്കെ വരും. അങ്ങനെ ആ ഭാഗം ചട്ടി ഇരിക്കുന്ന ഭാഗം മൊത്തം അഴുക്കാവാറുണ്ട്. അവിടെ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടോ. അതിനുശേഷം കുറച്ച് ചെടികൾ ഒന്ന് മാറ്റി നടണമായിരുന്നു. റെയിൻ ലില്ലി ഇത് 3 പോട്ടിൽ നട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നിറയെ തിങ്ങി നിറഞ്ഞിട്ടോ. പിന്നെ ഇതിൻ്റെ വേരൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങിയപ്പോൾ വേറെ ഒരു ചട്ടിയിലേക്ക് മാറ്റി നടണേ. അപ്പോൾ ഈ ചെറിയ 3 പോട്ടിലുള്ളത് ഒരൊറ്റ ചട്ടിയിലേക്കാക്കി മാറ്റി നട്ടോ. ഇത് മഴ പെയ്യാൻ വേണ്ടി കാത്തു നിൽക്കും കേട്ടോ, ഈ ഒരു ചെടിയിൽ പൂവുണ്ടാവാൻ വേണ്ടിയിട്ട്. ഇത് പിങ്ക് കളർ പൂവാണ്. അപ്പോൾ ഇത് മഴ നന്നായി കൊള്ളണം നേരിട്ട്, എന്നാൽ മാത്രമേ ഇതിൽ നിറച്ച് പൂക്കൾ ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ അതൊന്ന് മാറ്റിയതിന് ശേഷം പിന്നെ ബിഗോണിയയുടെ ഈ പ്ലാന്റാണ് വേറെ പോട്ടിലേക്ക് മാറ്റി വെച്ചത് കേട്ടോ. ഇതിൻ്റെ ഇലകളൊക്കെ തണ്ടുകളൊക്കെ വളരെ സോഫ്റ്റാണ്. അപ്പോൾ നമ്മൾ എടുത്ത് പൊക്കണ ടൈമിൽ വളരെയധികം സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഈ തണ്ടുകളൊക്കെ പറഞ്ഞ് നമ്മുടെ കയ്യിലിരിക്കും കേട്ടോ. അപ്പോൾ ഈ വേറൊരു ചട്ടിയിലേക്ക് ഞാൻ ഇതിനെ ഒന്ന് മാറ്റിയിട്ട് കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്തൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ വീണ് കിടക്കുകയാണ്, പക്ഷേ ഇത് നാളെ രാവിലെ ആകുമ്പോഴേക്കും സെറ്റായിട്ട് നല്ല ഭംഗിയിലിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാ സൈഡിലും 4 സൈഡിലും മണ്ണൊക്കെ വെച്ച് ഇതിനെ ഒന്നാ ചട്ടിയിൽ സെറ്റാക്കി വെച്ചിട്ടോ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ചട്ടികളും ഈ സിറ്റ് ഔട്ടിൽ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഭാഗത്തുണ്ടായിരുന്ന ഒരുവിധം ചട്ടികളൊക്കെ മാറ്റിയിട്ട് പുതിയ പ്ലാന്റ്സിനൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നതൊക്കെ നന്നായിട്ട് തിങ്ങി വളർന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരുപാട് ഇങ്ങനെ തിങ്ങി നിൽക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു ടെൻഷനുണ്ട് പാമ്പിൻ്റെയൊക്കെ കാര്യം ആലോചിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് കേട്ടോ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് മാറ്റുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റും ഇവിടെ എന്തിട്ടൊക്കെയാണ് ഉള്ളത്. ഇതിൻ്റെ ഇടയിൽ വല്ല പാമ്പ് വന്ന് കിടന്നാലും അറിയാൻ പറ്റും. അങ്ങനെ മൊത്തത്തിൽ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടെന്നാ.